Motohawk, it's me Naiha. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ വൈറ്റിലയിലാണ്. വൈറ്റിലയിൽ എവിടെയാണെന്നായിരിക്കും അല്ലേ? വൈറ്റിലയിൽ ഇപ്പോൾ പുതുതായിട്ട് അക്സസറീസിന് മാത്രമായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പുതിയൊരു ഷോപ്പ് ഓപ്പൺ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെയാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ പുതിയൊരു ഐറ്റം ഞാൻ കണ്ടു. അപ്പോൾ എന്തായാലും ഞാനിത് വേറെ എവിടെയും കണ്ടിട്ടില്ല, സത്യം പറയാമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് എന്തായാലും നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കാം. ആക്ച്വലി ഇത് യുക്രൈനിൽ നിന്ന് നമ്മൾ വരുത്തിച്ചൊരു സാധനമാണ്. അപ്പോൾ ഇത് ഓൾഡ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അതിപ്പോൾ എന്താണെന്നുള്ളത് ഞാനിപ്പോൾ പെട്ടെന്ന് പറയുന്നില്ല, കാണിക്കുമ്പോഴാണല്ലോ അതിൻ്റെ കുറച്ചുകൂടെ ഒരു ഇതുള്ളത്. അപ്പോൾ നിങ്ങൾ ആ ഒരു ക്യൂരിയോസിറ്റി തന്നെ ഇരിക്കും. ഞാനത് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് ഗൈസ്. കം ഓൺ. ഓക്കെ, അപ്പോൾ നമ്മൾ ആ പറഞ്ഞിട്ടുണ്ടായിരുന്ന സർപ്രൈസ് ബോക്സ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു വാൾ ഡെക്കറാണ്. അപ്പോൾ ഇതിപ്പോൾ ഓപ്പൺ ചെയ്യാനായിട്ട് പോവാണ്. ഓക്കെ, ഇങ്ങനെ ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ യാ ഇതിലൊരു ഹലോ താങ്ക് യു ദാറ്റ് ഇൻസ്റ്റന്റ് ടു ബി എ ഫാമിലി വണ്ടർ. ഇതിലൊരു താങ്ക് യു കാർഡ് ഉണ്ട്. സ്ക്രീൻ ആൻഡ് സ്റ്റോറി വിത്ത് യുവർ എൻജോയ് വിത്ത് അവാർഡ്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ യുക്രൈനിൽ നിന്ന് വരുത്തിച്ചതാണ് എന്നുള്ളത്. ഓക്കെ, പക്ഷേ എന്തൊക്കെ ഇല്ലെന്നാണ് ഈ തപ്പത്. ഓക്കെ, ഇതാണ് സംഭവം. ഇതൊരു മാപ്പാണ്. അപ്പോൾ നമ്മളിത് ഒരു കറക്റ്റ് ഇതിൻ്റെ ഒരു മെഷർമെൻറ്റ് കിട്ടാനായിട്ട് നമ്മളിപ്പോൾ സ്റ്റാർട്ടിങ് ടു എൻഡ് പറഞ്ഞിങ്ങനെ ഡെവലപ്പ് ചെയ്യില്ലേ, അതിന് വേണ്ടിയിട്ടായിരിക്കണം ഐ തിങ്ക് 1 to 2 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 കോർണർ സൈഡിൽ വെച്ചിട്ട് ഇത് ഒന്ന് ഡെവലപ്പ് ചെയ്യേണ്ട സാധനമാണെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഇതെന്താണ്, വെറൈറ്റി കാർഡ്. ഇതിൽ കുട്ടിത്തമാശയുടെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതായത് സ്റ്റിക്കേഴ്സാണ്. ഇപ്പോൾ ബേബീസൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് ഇതൊക്കെ വെറുതെ കൊടുക്കാം, രസമല്ലേ. അടുത്തത് കുറേ എന്തൊക്കെയുണ്ട് സംഭവം ഇതുവരെ എത്തിയിട്ടില്ല. എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഓക്കെ, ട്രാവൽ ദ വേൾഡ് ആൻഡ് ചെക്ക് യുവർ ജേർണീസ് ഓൺ ദ വേ മാപ്പ്. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലാഗില്ലേ ഓരോ കൺട്രീസിൻ്റെയും, അതാണ് സംഭവം. ഇത് ഐ തിങ്ക് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനുള്ളിലുള്ളത് നമ്മുടെ മാപ്പാണല്ലോ. അത് നമ്മളിങ്ങനെ ഓൾ ഡെക്കറായിട്ട് ഇങ്ങനെ ഫുള്ള് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടേ. ഐ തിങ്ക് ഇവിടെയൊക്കെ പറ്റും, അതിനുള്ള ഒരു ഇതുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഈ മാപ്പിൽ ഞാനത് വഴിയെ പറഞ്ഞു തരും, കാണിക്കാം, അപ്പോഴൊരു രസമുള്ളൂ. ഇതെന്തായാലും ഇതിനൊരു ബോക്സ് ഉണ്ട്. ആദ്യമായിട്ട് നമ്മളിപ്പോൾ ഇത് സർപ്രൈസ് ബോക്സ് ഓപ്പൺ ചെയ്ത് കാണിക്കാൻ പോവുകയാണ് ഗൈസ്. അതായത് ഞാൻ പറഞ്ഞായിരുന്നു ഇതൊരു വാൾ ഡെക്കറാണ്. അപ്പോൾ ഇത് നമുക്ക് സ്റ്റിക്കർ ചെയ്യാനായിട്ട്, അതായത് ഇതിന് പുറകിൽ നമ്മൾ ഇത് വെച്ചിട്ട് ഇതിൽ ഗമ്മുണ്ട്. അപ്പോൾ ഇത് നമ്മൾ അവിടെ സ്റ്റിക്ക് ചെയ്തിട്ട് ഇതിങ്ങനെ ഭിത്തിമേൽ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യാൻ പറ്റുന്നൊരു സ്റ്റിക്കറാണ്. ഓക്കെ, അപ്പോൾ ആക്ച്വലി ഇതെന്താണെന്ന് വെച്ചാൽ ഇതൊരു ലൈക്ക് ഐലൻഡ്സ് ആണ്. അതായത് നമുക്കിതിപ്പോൾ ഇതിങ്ങനെ ബ്രേക്ക് ചെയ്ത് പൊട്ടാണ്ട് മെല്ലെ സൂക്ഷിച്ച് വേണം അതൊക്കെ ചെയ്യാൻ. അപ്പോൾ ഇങ്ങനെ മെല്ലെ പൊട്ടാണ്ട് പൊട്ടിക്കാന്നാണ്. കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്, എന്നാലും വി ക്യാൻ. നിസ്സാരം, പെട്ടെന്ന് ഊരിപ്പോരുന്ന രീതിയിൽ നമ്മളിത് ചെയ്യാം. അപ്പോൾ കണ്ടോ, നമുക്കിതിങ്ങനെ എടുക്കാൻ പറ്റും. സത്യം പറയാമല്ലോ, എനിക്കിതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല. പിന്നെ ഇത് കണ്ടപ്പോൾ ഞാൻ തന്നെ അൺബോക്സ് ചെയ്യണമെന്ന് എനിക്കൊരു വാശിയുണ്ടായിരുന്നു, അങ്ങനെ വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ, ഫൈൻ. അപ്പോൾ ഇതിൻ്റെ പരിപാടി ഇതോടുകൂടി കഴിഞ്ഞു. അടുത്തതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള നമ്മുടെ സംഭവം വരാൻ പോവാണ്. ഞാനിതിവിടെ ഇട്ടോട്ടെ. അപ്പോൾ ഇതാണ് നമ്മുടെ അതായത് സർപ്രൈസ്, ഇവിടെ കാണാനില്ലല്ലോ അല്ലേ. അപ്പോൾ ഇതാണ് നമ്മളുടെ സർപ്രൈസ്, ദ മെയിൻ ആയിട്ടുള്ള സംഭവമാണിത്. അതായത് ഇത് മാപ്പിൻ്റെ ഓരോ ഭാഗമാണ്. ഇത് ബ്രസീൽ നമ്മൾ നേരത്തെ കാണിച്ച ഫ്ലാഗ് പിൻ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്ലാഗ് പിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ കാണിച്ചൊരു സംഭവമാണ്. ഇതിന് ഞാൻ തന്നെ ഇട്ട പേരാണ് ഫ്ലാഗ് പിൻ എന്ന് പറഞ്ഞിട്ട്. ഇതിൽ ഫ്ലാഗും ഉണ്ട്, ഇതിലൊരു പിന്നുമാണ്. അപ്പോൾ ഞാൻ അതിന് ഫ്ലാഗ് പിൻ എന്ന് പേരിട്ടു. ഇത് ആക്ച്വലി എന്തായിരിക്കും, അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കാം പറയാം. ഓക്കെ,
അപ്പോൾ ഇത് ഈ ഫ്ലാഗ് പിൻ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ മാപ്പിൻ്റെ ഒരു പോർഷനാണ്. അപ്പോൾ ഇതിന് ഇവിടെ ഒരു ഹോള് കൊടുത്തിട്ടുണ്ട് കുഞ്ഞായിട്ട്. ഓക്കെ, ഫോക്കസ് ചെയ്തിൽ കാണും. അപ്പോൾ ബ്രസീൽ എന്ന് എഴുതിയിട്ടില്ലെങ്കിൽ നമ്മൾ ബ്രസീലിൻ്റെ ഫ്ലാഗ് പിൻ എടുത്തിട്ട് ഇതിലോട്ട് കണക്ട് ചെയ്യുക. അവരുടെ ഒരു സന്തോഷം. അപ്പോൾ ബ്രസീൽ അത് നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റും. ആക്ച്വലി ഇത് ഗൂഗിളിൽ തപ്പി ബ്രസീലിൻ്റെ ഫ്ലാഗ് ഏതാണ് അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ കുത്തിയിരുന്ന് കണ്ടുപിടിച്ച് ബുദ്ധിമുട്ടൊന്നും വേണ്ട. ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ താഴത്തായിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. A to Z ആണ് വന്നേക്കുന്നത്. അപ്പോൾ അതിലിങ്ങനെ B എടുക്കുമ്പോൾ ഇത് ബ്രസീലിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബ്രസീലിൻ്റെ ഫ്ലാഗ് അല്ലേ, ഞാനും ഇപ്പോഴൊക്കെ അതൊക്കെ ശ്രദ്ധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ബ്രസീലിൻ്റെ ഫ്ലാഗ് പിന്നെ നമ്മൾ റിമൂവ് ചെയ്ത് ഇതിങ്ങനെ കമൗട്ട് ചെയ്യാനായിട്ട് എളുപ്പമാണ്. അപ്പോൾ അത് ചെയ്തിട്ട് നമ്മൾ ഇതിലോട്ട് ഇങ്ങനെ പിൻ ചെയ്യണം. ഓക്കെ അമ്മേ, അത് പിൻ ചെയ്യാൻ പോവാം ബ്രസീലിൻ്റെ. ഓക്കെ, അപ്പോൾ ഇത് പിൻ ചെയ്തു. ലൈക്ക് ഫൈനലി ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പം നമ്മളിങ്ങനെ എന്താ പറയുക, ഇത് അറേഞ്ച്മെൻറ്റ് ചെയ്യുവാണെങ്കിൽ ഇതിപ്പോൾ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ബ്രസീലിൻ്റെ ഫ്ലാഗ്, അതായത് ഇത് ബ്രസീലിൻ്റെ മാത്രമായിട്ടല്ല, ഇപ്പോൾ ഏതൊക്കെ കൺട്രീസ് ആണോ അതിൻ്റെയൊക്കെ ഫ്ലാഗ് ഉണ്ട്. അപ്പോൾ ഇതിൽ അവൈലബിൾ ആയിട്ട് മാപ്പിൽ വന്നേക്കുന്ന നമ്മുടെ കയ്യിലുള്ള എല്ലാ എന്താ പറയുക കൺട്രീസിൻ്റെയും ഫ്ലാഗ് പിന്നെ നമ്മുടെ കയ്യിലുണ്ട്. അപ്പം നമ്മൾ ഇത് റിമൂവ് ചെയ്യുക, ഇതൊക്കെ സെറ്റ് ചെയ്തിട്ട് കുറച്ച് കളർഫുൾ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പിന്നെ അവിടെ ചെയ്യണം. അപ്പോൾ കുറച്ചുകൂടി കളർഫുള്ളാണ്, ഒരു റെയിൻബോ കളർ പോലെയാണ് ഇപ്പം തന്നെ ഇത് കാണാനുള്ളത്. അപ്പോൾ അതേപോലെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ രസം. അപ്പം ഞാൻ തിരിച്ച് അതിലോട്ട് എന്നെ ഊരി വെക്കുകയാണ്. ഓക്കെ, എന്നാൽ ഇതൊക്കെ നമ്മൾ ഫൈനൽ റിസൾട്ട് കാണിക്കുന്നതായിരിക്കും സെറ്റ് ചെയ്തിട്ട്. ഇത് USA, പിന്നെ യുക്രൈൻ. നമ്മളിവിടെ നിന്നാണ് നമ്മൾ ഈ സംഭവം വരുത്തിച്ചേക്കുന്നത്. അപ്പോൾ അത് തന്നെ സെക്കൻഡ് നമുക്ക് കാണാൻ പറ്റി. യുക്രൈനിൽ നിന്നാണ് നമ്മൾ വരുത്തിച്ചത് അല്ലേ. ഒമാനിയ, ബെർലൈൻ, ഫ്രാൻസ്. ഇത് കാണാൻ തന്നെ നല്ല രസമുണ്ട്. ഇത് കുറേ സത്യം പറയട്ടെ, ഞാൻ ഈ സ്കൂളിൽ പഠിക്കുമ്പോൾ കണ്ടതാണെന്ന് തോന്നുന്നു മാപ്പൊക്കെ. അതിനുശേഷം ഞാൻ ഇതൊക്കെ ഇപ്പോഴാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ആക്ച്വലി ഇത് കുറച്ച് ഭാഗം മാത്രം കാണിച്ചിട്ട് വെക്കാം എന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു. പക്ഷെ പറ്റുന്നില്ല, എനിക്കിത് ബാക്കി എന്തൊക്കെയുണ്ടെന്ന് എനിക്കറിയണം. അപ്പോൾ അതിൻ്റെ ഒരു ആകാംക്ഷയിലാണ് ഞാനപ്പോൾ. ഓക്കെ, ഓസ്ട്രേലിയ, ന്യൂ സൗത്ത് വേൾസ്. ഇതൊക്കെ ഇത് ആക്ച്വലി ഒരു കാര്യം പറയട്ടെ, ഭയങ്കര ക്വാളിറ്റിയാണ് കേട്ടോ. ഭയങ്കര എന്താ പറയുക, ഒരു അതിങ്ങനെ നമ്മൾ കയ്യിലിങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് ആ ഒരു ഫീല് കിട്ടുന്നുണ്ടോ, നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഇതാണെന്നുള്ളത്. നല്ല ക്വാളിറ്റി, അതെ, കൊള്ളാം. അപ്പോൾ ഇതെന്തായാലും ഡ്യൂപ്ലിക്കേറ്റ് അല്ല. ഞാൻ പറഞ്ഞായിരുന്നു ഞങ്ങൾ യുക്രൈനിൽ നിന്ന് വരുത്തിച്ചതാണ്. ഞാൻ തള്ളി മറിക്കും. സൗത്ത് ആഫ്രിക്ക. ഓക്കെ, സൗത്ത് ആഫ്രിക്ക എവിടെയാണെന്ന് മാപ്പിൽ അറിയാത്തവർ എന്നെ ശ്രദ്ധിക്കൂ, ഞാൻ പറഞ്ഞു തരാം. ഇവിടെയായിട്ടാണ് സൗത്ത് ആഫ്രിക്ക വരുന്നത്. എനിക്കിനി ഇപ്പോഴറിയാം. ഇതിപ്പോൾ ഇങ്ങനെ ഞാൻ ഓരോ പാർട്സ് ആയിട്ട് എടുത്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവില്ല. ബിക്കോസ് എനിക്ക് തന്നെ ഒരു ഐഡിയ ഇല്ല ഇതിപ്പോൾ എങ്ങനെയാണ് കണക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ആദ്യം സ്റ്റാർട്ടിങ്ങിൽ ഞാനൊരു മെഷർമെൻറ്റ് പോയിന്റ് എന്നൊക്കെ പറഞ്ഞൊരു സാധനം ഞാൻ നിങ്ങൾക്ക് കാണിച്ചായിരുന്നല്ലോ. 1 2 ഒരു കോർണർ ഷേപ്പിൽ വന്നിട്ടില്ല. അപ്പോൾ അത് ഇതിൻ്റെ ഒരു ലെവൽ അങ്ങനെ എന്താ പറയുക, അതൊരു കറക്റ്റ് നമുക്ക് ആ ഒരു എന്താ പറയുക ആ ഒരു മെഷർമെൻറ്റ് കറക്റ്റ് ആവാനായിട്ടുള്ള ഒരു സംഭവമായിരുന്നു അത്. അപ്പം അത് വെച്ച് കണക്ട് ചെയ്ത് നമ്മളിതിങ്ങനെ ഫുള്ള് സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും ഇതൊക്കെ എങ്ങനെയാണ് ഈ പറയുന്ന പോലെ സൗത്ത് ആഫ്രിക്ക ഏത് ദിശയിലോട്ടാണെന്നൊക്കെ. ഇതൊക്കെ എനിക്കിനി വല്ല ട്രോൾ കിട്ടേണ്ടെന്നൊക്കെ. ഇത് സംഭവം എന്താ ഞാൻ പറയട്ടെ, ഇതൊരു 3D വൈബാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ബിക്കോസ് ഇത് ഓരോന്നും എടുക്കുന്നതോടാണ് എനിക്ക് തന്നെ മനസ്സിലാവുന്നത്. അതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ ലേറ്റായിട്ട് പറയുന്നത്. തെറ്റിദ്ധരിക്കരുത്, സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല. അപ്പം ഞാനും ഇപ്പോൾ തന്നെ ഇതൊക്കെ കാണുന്നത്. ഇതൊരു 3D എന്താ പറയുക ആ ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. ബിക്കോസ് ഇങ്ങനെ കുറച്ച് കട്ടിയൊക്കെ വന്നിട്ട് കുറച്ചധികം പ്ലേറ്റ്സ് കൊടുത്തിട്ടുള്ള ഒരു ബോട്ടപ്സ് പോലത്തെ ഒരു സംഭവം. ഓക്കെ, ഇത് കഴിഞ്ഞിട്ടില്ല, അതാണ് ഇതിൻ്റെ വേറൊരു വിഷയം. ഇതിങ്ങനെയൊന്നും കഴിയില്ല, ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ. നിങ്ങൾക്കും ഇത് അവൈലബിൾ ആയിട്ട് എല്ലാ സ്ഥലം ഞാൻ പറഞ്ഞിരുന്നല്ലോ, അവിടെ നിന്ന് നിങ്ങളിത് ഓർഡർ ചെയ്യുക കേട്ടോ. ബിക്കോസ് ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. എനിക്കിത് പിന്നെ ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്താവും എന്നുള്ളത് അറിയേണ്ട ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. എല്ലാം അതേപോലത്തെ ഒരു മോഡുലേഷനിൽ തന്നെയാണ്. കൺട്രീസിൻ്റെ ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ ഡിഫറെൻ്റ് ആയിട്ട്, ഇതൊക്കെയുള്ള ഒരുപോലെയാണ്.
നോക്കിയിരിക്കാൻ തോന്നുന്നുണ്ട്, അതായത് എന്തൊക്കെയാന്ന് വായിച്ചറിയാൻ. അപ്പോൾ നമ്മൾ നമ്മുടെ മാപ്പിൻ്റെ പാർട്സ് ഒക്കെയാണ് ഇപ്പം കണ്ടേ. ഇതൊക്കെ നമുക്കിനി ഒന്ന് കണക്ട് ചെയ്ത് നമ്മുടെ ശരിക്കുള്ളൊരു മാപ്പാക്കി എടുക്കണം. ഓക്കെ, അപ്പം ഞാനിത് ഇനി ശരിക്കുള്ള മാപ്പാക്കി എടുത്തിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് എന്താണെന്നുള്ളത് നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് കാണാം.